മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകം തുടർച്ചയായി ചിന്തിക്കുവാൻ അതിൻ്റെ 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 11 വേഴ്സ് 1. അനന്തരം യഹോവ മോശയോട്, ഞാൻ ഒരു ബാധ കൂടെ ഫറവൻ്റെ മേലും മിസ്രൈമിൻ്റെ മേലും വരുത്തും. അതിന് ശേഷം അവൾ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും. യഹോവ ദൈവം തൻ്റെ ഭൃത്യനായ മോശ മുഖാന്തരം ഫറവൻ്റെ മേലും മിസ്രൈമിൻ്റെ മേലും 2 അടയാളങ്ങളും 9 ബാധകളും അയച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനുശേഷം പറയുന്നു, ഒരു ബാധ കൂടെ ഞാൻ അയക്കും, അപ്പോൾ അവർ നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടയക്കും. ഈ ബാധ അയക്കാതെയും അടയാളം കാണിക്കാതെയും ഒക്കെ ദൈവത്തിന് തൻ്റെ ജനത്തെ വിടുവിപ്പാൻ കഴിയുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വളരെ കൃത്യമായി ദൈവം ചെയ്തത്? ദൈവത്തിന് എല്ലാത്തിനും ഒരു ക്രമമുണ്ടല്ലോ. ഇത് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. പിശാചിൻ്റെ പ്രതിരൂപമായ ഫറവോൻ്റെ തനി സ്വഭാവം മിസ്രൈമ്യരും ഇസ്രായേൽ മക്കളും ഒരുപോലെ അറിയണം. മറ്റൊന്ന്, ലോകത്തിൻ്റെ ചിത്രമായിരിക്കുന്ന മിസ്രൈമിലെ ജനങ്ങളിൽ ചിലരെങ്കിലും ഈ സത്യദൈവത്തെ ഭയപ്പെടണം. 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചതാണല്ലോ, കൽമഴ അയച്ചപ്പോൾ യഹോവയെ ഭയപ്പെടുന്ന ഫറവോൻ്റെ ഭൃത്യന്മാരിൽ ചിലർ തങ്ങളുടെ ദാസന്മാരെയും ആടുമാടുകളെയും വയലിൽ നിന്ന് വീട്ടിൽ വരുത്തി രക്ഷിച്ചുവെന്ന്. കൽമഴയിൽ നിന്നും അതുകൊണ്ട് അവർ രക്ഷ പ്രാപിച്ചു. 3-ാമത്തെ കാര്യം, ദൈവജനമായ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം, തൻ്റെ ശക്തി മനസ്സിലാക്കണം. ഞങ്ങളുടെ കഷ്ടതയിൽ, ഞങ്ങളുടെ കണ്ണുനീരിൽ, ഞങ്ങളുടെ പ്രതികൂല സമയത്ത്, അടിമത്തത്തിൽ ഞങ്ങളെ വിടുവിക്കുവാൻ കർത്താവ് അയച്ച തൻ്റെ ഭൃത്യനാണ് മോശ എന്ന് അവർക്ക് ശരിയായ ബോധ്യം ഉണ്ടാകണം. ഇങ്ങനെ മോശയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ശരിയായ ബോധ്യം ഉണ്ടാകത്തക്കവണ്ണം അവരെ ബലപ്പെടുത്തി. ഇതിൻ്റെ മധ്യത്തിൽ ചില ബാധകൾ അയച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ പാർക്കുന്ന ഗോശൻ ദേശത്തെ ആ ബാധ ബാധിച്ചില്ലല്ലോ. അപ്പോൾ അവർക്കതിൻ്റെ വേർപാടിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ദൈവത്തിന് ഇത്രയും ബാധ അയക്കുവാനും ഇത്രയും കാലതാമസം എടുക്കുവാനും. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദൈവജനത്തെ ബലപ്പെടുത്തി അവിടുന്ന് പുറപ്പെടുവിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അവരോട് പുറപ്പെട്ടത്. പക്ഷേ പിൽക്കാലത്ത് അവർ പിറുപിറുക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ പരാജയം സമ്മതിക്കേണ്ടതായിട്ട് വന്നു. നമുക്കെന്താ ഇതിൽ നിന്നൊരു പാഠം ലഭിക്കുന്നു ചോദിച്ചാൽ, നമ്മൾ ബലപ്പെട്ടല്ല രക്ഷിക്കപ്പെട്ടത്. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, അഭക്തരായിരിക്കുമ്പോൾ, പാവികളായിരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. കൃപയാൽ, ഭാഗ്യവശാൽ കർത്താവ് കാണിച്ച കരുണയാണ് നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരം. എന്നാൽ നാം പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ശേഷം അനുദിനം ബലപ്പെട്ടു വരേണ്ടതിനായിട്ട് ദൈവം നമ്മളെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടത്തിവിടുകയാണ്. രോഗവും ആരോഗ്യവും തരുന്നു, സമ്പത്തും ദാരിദ്ര്യവും തരുന്നു, സന്തോഷവും ദുഃഖവും തരുന്നു. ഇത് മനഃപൂർവ്വം ദൈവം അനുവദിക്കുന്നതാണ്. തന്നിൽ ആശ്രയിച്ചും തന്നിൽ ശരണപ്പെട്ടും
ഈ കാര്യങ്ങളെ അതിജീവിച്ച് നമ്മൾ ബലപ്പെടണം. അങ്ങനെ ബലപ്പെട്ടെങ്കിൽ മാത്രമേ വിജയകരമായ, ഫലകരമായ, വിശ്വസ്തമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് പിശാചിനെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരന്മാരോട്, നമ്മൾ എത്രമാത്രം ബലപ്പെട്ടിട്ടുണ്ട്? ബലപ്പെടുവാൻ കർത്താവ് നമുക്ക് അനുവദിച്ച സാധ്യതകളെ നാം എത്രമാത്രം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഇതുവരെയും മറുപടി കിട്ടാത്തതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാതെ ഇരിക്കുന്നു. ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിച്ചില്ല. ഇതൊക്കെ നിരാശപ്പെടുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതല്ല, ബലപ്പെടാൻ അനുവദിക്കുന്നതാണ്. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുമെന്ന്. നമുക്ക് കാത്തിരിക്കാം, ദൈവസന്നിധിയിൽ ബലപ്പെടാം, പ്രാർത്ഥിക്കാം, വചനം പഠിക്കാം, വചനം ധ്യാനിക്കാം, ദൈവിക ശബ്ദം കേട്ട് അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാം. അങ്ങനെയെങ്കിൽ പൗലോസ് പറയുന്ന പോലെ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ സാധിക്കും. പൗലോസിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ എഫെസോസിലെ വിശ്വാസികളെക്കുറിച്ച്: നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെട്ടിട്ട്. എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ബലപ്പെട്ടില്ല എന്ന ചിന്ത നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ കുറവ് വന്ന ഭാഗം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിച്ച് കർത്താവിൽ നിന്നും കുറവ് പ്രാപിച്ച് നമുക്ക് ബലപ്പെട്ട് മുൻപോട്ട് പോവുക. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ അത് നമ്മളെ വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് നാം ഇനിയും സമയം നഷ്ടപ്പെടുത്താതെ ഓരോ ദിവസവും ബലപ്പെട്ട് മുൻപോട്ട് പോകാം. കർത്താവ് വരുമ്പോൾ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണം. ന്യായമായ പ്രതിഫലമാണ് കർത്താവ് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് പ്രാപിക്കാം. ഈ ചിന്ത അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നെ മോചിച്ചവൻ, രോഗമെല്ലാം സൗഖ്യമാക്കിയോ. അകത്തെന്നെ മോചിച്ചവൻ, രോഗമെല്ലാം സൗഖ്യമാക്കി